കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് വളരെ കഷ്ടപ്പെട്ട് പൊരുതി നേടിയ ഒരു സംസ്ഥാനം BJP-യിലേക്ക് പോകുന്നു. അത് മറ്റ് സംസ്ഥാനമൊന്നുമല്ല, തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനമാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുൻ സംഘപരിവാർകാരനായിരുന്നു. രേവന്ത് റെഡ്ഡി BJP-യിലേക്ക് പോകും. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ നേതാവും BJP-യിലേക്ക് പോകുമെന്ന് BRS-ന്റെ നേതാവ് KT രാമറാവു ആണ് പ്രസ്താവന നടത്തിയത്. ഈ രാമറാവു ഇത്തരം പ്രസ്താവന നടത്തുന്ന ആദ്യമായിട്ടല്ല. അദ്ദേഹം തന്നെ പറയുന്നത് താൻ 15 തവണ ഈ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും ഈ രേവന്ത് റെഡ്ഡി അതിനെ ഖണ്ഡിക്കാനോ എതിർക്കാനോ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ ഈ രേവന്ത് റെഡ്ഡി മോദി തന്റെ സഹോദരനാണെന്നും മൂത്ത സഹോദരനാണെന്നും ഒപ്പം ഗുജറാത്ത് മോഡലാണ് തെലങ്കാന പിന്തുടരേണ്ടതെന്നും രേവന്ത് റെഡ്ഡി എപ്പോഴും പറയുന്നു. ഈ രേവന്ത് റെഡ്ഡിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും BJP-യിലേക്ക് ചേരുകയും തെലങ്കാന BJP ഭരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ ഒരു പ്രമുഖ നേതാവ് രേവന്ത് റെഡ്ഡിക്കൊപ്പം BJP-യിൽ ചേരുമെന്നും കൂടി KT രാമറാവു പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി മോദിയെ പുകഴ്ത്തുന്ന ശ്രദ്ധ പതിപ്പിക്കുന്ന BJP ഇതര മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. വളരെ കഷ്ടപ്പെട്ട് കോൺഗ്രസ് നേടിയ ഒരു സംസ്ഥാനമാണ് തെലങ്കാന. അവിടെയാണ് ഈ രേവന്ത് റെഡ്ഡി അടിക്കടി മോദിയെ ഓരോ പരിപാടികൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നതും അവിടെ വെച്ച് തന്നെ മോദിയെ വാനോളം പുകഴ്ത്തുന്നതുമൊക്കെ. ഇത് കോൺഗ്രസ്സുകാർക്ക് അത്ര സുഖിക്കുന്നില്ല എങ്കിലും പെട്ടെന്ന് രേവന്ത് റെഡ്ഡിയെ മാറ്റുവാനും കഴിയാത്തൊരു സാഹചര്യം. നേരത്തെ തന്നെ പലരും പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെലങ്കാനയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും, രേവന്ത് റെഡ്ഡിയും കൂട്ടരും BJP-യിലേക്ക് പോകും എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും KT രാമറാവു ഇപ്പോൾ ഇതിനെ അടിവരയിട്ട് പറയുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.